സൗന്ദര്യമേ ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പൗലോസ് പറയുന്ന പ്രത്യേകിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ തീരുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ചാണ് പോള് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വെച്ചാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പോളിന്റെ ലേഖനങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ അവനിൽ വിശ്വാസം അർപ്പിച്ച് വിശ്വാസികളായിത്തീർന്ന എല്ലാവരും മരിച്ചു. അവർ മരിച്ചു കഴിഞ്ഞാൽ, മരിച്ചു എന്ന് പറയുമ്പോൾ അത് ശരീരത്തിന്റെ മരണമല്ല, പിന്നെ എങ്ങനെയുള്ള മരണമാണ്? ജഡത്തിന്റെ മരണമാണ്. ജഡത്തിന്റെ മരണം സംഭവിച്ചതുകൊണ്ട് ഇനി നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. വേഴ്സ് 20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഞാനല്ല എന്നതിനേക്കാൾ ഞാനില്ല എന്ന് പറയും. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. നോ ലോങ്ങർ ഐ, ഇനി ഞാനില്ല. പക്ഷെ ഞാനില്ല എന്ന് പറയുമ്പോഴും സംഭവം എന്താണ്? എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ജീവൻ ഉണ്ട്. പക്ഷെ ഈ ജീവൻ എന്ന് പറയുന്നത് ഇന്നലെ വരെയുള്ള എന്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ അല്ല, വേറൊരു ബ്രീഡാണ്. എന്താണ് ഈ ബ്രീഡ്? യേശു കർത്താവിന്റെ ബ്രീഡാണ്. അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്നതോ, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എന്റെ ശരീരത്തിൽ ജീവനുണ്ട്, ജീവിതമുണ്ട്. പക്ഷേ ഇതൊരു പുതിയ സൃഷ്ടിയാണ്. ഇറ്റ്സ് എ ന്യൂ ക്രിയേഷൻ. ആ പുതിയ സൃഷ്ടി ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. ആ പുതിയ സൃഷ്ടി കാര്യങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുള്ള, അല്ലെങ്കിൽ നേരത്തെ കാണുന്ന പുറമേ ഉള്ള കാര്യങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല. എന്താണ്? ആത്മാവിലാണ് കാര്യങ്ങളെ കാണുന്നത്. ലൈഫ് ഡിഫറന്റ് ആണ്, പേഴ്സ്പെക്റ്റീവ് ഡിഫറന്റ് ആണ്, ജീവൻ വ്യത്യാസമാണ്. എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറന്റ് എന്നുള്ളതല്ല, ഒരു മാറിമറിഞ്ഞ ട്രാൻസ്ഫോംഡ് ആണ്, അല്ലാതെ പഴയതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തതല്ല. അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്ന് പറയുന്ന ക്രിസ്തീയ കോൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അതൊരിക്കലും മോഡിഫൈഡ് അല്ല. നമുക്ക് പലപ്പോഴും ഈ സഭകളിലും മറ്റും പറ്റുന്ന ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകളെ ഒന്ന് മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന കുഴപ്പങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി കുറെ കൂടെ ഒക്കെ നല്ല വ്യക്തിയായിട്ടൊക്കെ ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ ഇപ്പൊ എത്രയോ മറ്റ് സംഘടനകളുണ്ട്. ശ്രീ രവിശങ്കറിന്റെ എവിടെയോ എവിടെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് കുറെ കൂടെ നന്നായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു പക്ഷെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര നന്നായിട്ട് ജീവിച്ചാലും, വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തി എത്ര നന്നായിട്ട് ജീവിച്ചാലും അവന് മാക്സിമം ആകാൻ കഴിയുന്നത് ഒരു ബെസ്റ്റ് ഹ്യൂമനാണ്. നല്ല മനുഷ്യനാകാനായിട്ട് പറ്റും. അതിന് കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തി എത്ര പരിശ്രമിച്ചാലും, അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കാത്ത എത്രയോ നല്ല ആളുകളുണ്ട്. ദേ ആർ ഓൾ ഗുഡ് ഹ്യൂമൻസ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആ ഹ്യൂമൻ ലെവലിൽ നിന്ന് ഡിവൈൻ ലെവലിലേക്ക് ഉയരുകയാണ്. ജഡപ്രകാരമുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ദിവ്യമായ ഒരു ബ്രീഡ് ആവുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ബ്രീഡ് മാറുന്നെന്ന് പറയുന്നത്. ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അടുക്കി നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ. ഒരു വ്യക്തി
വീണ്ടും ജനനം പ്രാപിക്കുന്നില്ലെങ്കിലും അയാൾക്ക് കുറെയൊക്കെ നന്നാകാൻ പറ്റും. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് മാക്സിമം വളരാൻ പറ്റുന്ന എവിടെ വരെയാണെന്ന് അറിയാമോ? എ ഗുഡ് ഹ്യൂമൻ ഓർ ദ മോസ്റ്റ് ഹ്യൂമൻ. എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ ഈ ഹ്യൂമൻ അല്ലെങ്കിൽ ഫ്ലഷ് എന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ സ്പിരിറ്റിന്റെ സ്റ്റേജിലേക്ക് കയറുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ മറ്റൊരു ബ്രീഡ് ആവുകയാണ്, ഡിവൈൻ ആവുകയാണ്. എന്നാൽ ആ ഡിവൈൻ ജീവിതം തന്നെ വീണ്ടും വളരണം. അങ്ങനെ ഡിവൈൻ ജീവിതം വീണ്ടും വളരുമ്പോഴാണ് നമ്മൾ യേശുക്രിസ്തുവിനെ പോലെയാകുന്നത്. എന്റെ ഹ്യൂമൻ ലൈഫ് കൊണ്ട്, എന്റെ സ്വാഭാവിക ജീവിതം കൊണ്ട് എനിക്ക് ഒരിക്കലും യേശു ജീവിച്ച പോലെ ജീവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എത്ര പരിശ്രമിച്ചാലും ലോകത്തിലെ ആര് സ്വാഭാവിക ജനനം കൊണ്ട് അവർക്ക് ലഭിച്ച ശക്തി കൊണ്ട് എത്ര പരിശ്രമിച്ചാലും യേശു ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മളുടെ ബ്രീഡ് മാറണം. നമ്മൾ ആത്മാവിൽ ജനിക്കണം. അതിനാണ് വീണ്ടും ജനനം ദൈവം നൽകുന്നത്. വീണ്ടും ജനിച്ച വ്യക്തി ഒരു ശിശുവാണ്. മനസ്സിലാക്കണം. വീണ്ടും ജനിച്ച ഉടനെ ഒരു വ്യക്തിയും യേശുവിനെ പോലെ വളർച്ച പ്രാപിച്ചിട്ടില്ല. പക്ഷേ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് യേശുവിനെ പോലെ വളരാൻ കഴിയും. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ ബ്രീഡിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്വാഭാവികമായ ഒരു വ്യക്തിക്ക് ഹ്യൂമൻ വേയിൽ, ജഡത്തിൽ എത്രയും നല്ലവനായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദ മോസ്റ്റ് ഹ്യൂമൻ ഈസ് ലെസർ ദാൻ ദ ലീസ്റ്റ് ഡിവൈൻ. ദ മോസ്റ്റ് ഹ്യൂമൻ ഈസ് ലെസർ ദാൻ ദ ലീസ്റ്റ് ഡിവൈൻ. ഒരു വ്യക്തി ജഡപ്രകാരം എത്ര ഔന്നത്യത്തിൽ ജീവിച്ചാലും, എത്ര നന്നായിട്ട് ജീവിച്ചാലും, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ആ ഡിവൈൻ സ്റ്റേജിനേക്കാൾ താഴെ അവന് പോകാൻ പറ്റുള്ളൂ. ആ ഡിവൈൻ സ്റ്റേജിലേക്ക് നമ്മൾ കയറിയാലും, ഒരുവൻ പുതിയ സൃഷ്ടിയായാലും, അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. പുതിയ സൃഷ്ടിയും എങ്ങനെ വളരണം? യേശുവിനെ പോലെ വളരണം. പക്ഷെ പുതിയ സൃഷ്ടിക്ക് മാത്രമേ അങ്ങനെ വളരാൻ കഴിയൂ. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് പറയുന്നത്. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്കും യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയില്ല. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിന്റെ ഭാഗമാകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, നീ ജൂയിഷ് വൂമ്പിൽ നിന്ന്, അതാണല്ലോ പറഞ്ഞത്, യഹൂദ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കുന്ന നിക്കോദിമോസ് പറയുന്ന കാര്യമാണ്. നീ ജൂയിഷ് വൂമ്പിൽ നിന്ന് ജനിച്ചതുകൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാനുള്ള ശക്തിയൊന്നും അതിലൂടെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതിന് നീ എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ജനിക്കണം. Unless you are born from above, you cannot inherit the kingdom of God. You cannot see the kingdom of God. ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീണ്ടും ജനിച്ച വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ് എന്ത്? അവൻ തന്നെത്താൻ, അല്ലെങ്കിൽ അവന് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. അവൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, സ്വാർത്ഥതയിൽ നിന്ന്. സ്വാർത്ഥത, ഭൗതികമായ സ്വാർത്ഥതയുമുണ്ട്, അതുപോലെ ആത്മീയ സ്വാർത്ഥതയുമുണ്ട്. ആത്മീയ സ്വാർത്ഥതയാണ് നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന വലിയ ഒരു തിമിരമെന്ന് പറയുന്നത്. എനിക്ക് പാട്ട് പാടണം, എനിക്ക് ആരാധിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. ആരാധിക്കണം എന്ന് പറയുമ്പോൾ ഡോണ്ട് തിങ്ക്, ഞാൻ ഇന്നത്തെ ഈ ആരാധന എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ചേർച്ചസിൽ, അല്ലെങ്കിൽ നമ്മളുടെ ചേർച്ചസിലൊക്കെ നമ്മൾ ഇന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആരാധന എന്ന് പറയുമ്പോഴത്തേക്ക് അവസാനം പാട്ട് പാടുന്നതാണ് ആരാധന എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്രയും നേരം നമ്മൾ ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി നമുക്ക് അല്പസമയം ആരാധിക്കാം. അപ്പൊ ഇത്ര നേരം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിന്റെ, അതിനകത്ത് ആരാധന ഇല്ലെന്ന ആൾക്കാരുടെ ചിന്ത. പ്രിയമുള്ളവരെ, ആരാധന എന്ന് പറയുന്നത് കൈയടിച്ച് പൊട്ടിക്കുന്നൊന്നുമല്ല. ആരാധന എന്ന് പറയുന്നത്, ഞാൻ കൈയടിച്ച് പൊട്ടിക്കുന്നതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, അതിനൊന്നും എനിക്കെതിരൊന്നുമല്ല. പക്ഷെ ആരാധന എന്ന് പറയുന്നത് ഒരു 24/7 ബിസിനസ്സാണ്. 24 മണിക്കൂറും 7 ദിവസവും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് ഒരാളോട് ചോദിച്ചു, എപ്പോഴാണ് നിങ്ങളുടെ വർഷിപ്പ് തീരുന്നതെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ദി സർവീസ് എൻഡ്സ് അറ്റ് 11 o'clock ആൻഡ് ദ വർഷിപ്പ് സ്റ്റാർട്ട്സ്. 11 മണിക്ക് ഞങ്ങളുടെ സർവീസ് തീരും, പക്ഷേ അന്നേരം ഞങ്ങളുടെ വർഷിപ്പ് തുടങ്ങുമെന്ന്. കാരണം വർഷിപ്പ് എവിടെയാ ഉണ്ടാകേണ്ടത്? സഭാഹോളിനകത്ത് മാത്രമല്ല വർഷിപ്പ് ഉണ്ടാകേണ്ടത്. എവിടെ ഉണ്ടാകണം? അവന്റെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഒരു എന്താണ്,
ഇറ്റ് ഇസ് അത് ഹോളി ഒരു ആരാധനയാണ്. ആരാധനയാകണം. എന്റെ ജീവിതം തന്നെ എന്താണ്? ആരാധനയാണ്. ബുദ്ധിയുള്ള ആരാധനയാണ്. റീസണബിൾ വർഷിപ്പ്. നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ അതൊരു ബുദ്ധിയുള്ള ആരാധനയാണ്. അതിനർത്ഥം വേറെ സഭായോഗം വേണ്ടെന്നല്ല, അതിനർത്ഥം പാട്ട് പാടണ്ടെന്നല്ല. പക്ഷേ പാട്ട് പാടുന്നത് മാത്രമാണ് ആരാധന എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്നവരോടാണ് ഞാനീ പറയുന്നത്. ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആളുകൾ പറയും, അങ്ങനെ പാട്ട് പാടേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ സഭായോഗത്തിനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ജീവിതം തന്നെ ഒരു ആരാധനയാണ്. ജീവിതം തന്നെ ഒരു ആരാധനയാണ്. സത്യം. ഇതെല്ലാം പറയുന്ന വാക്കുകൾ സത്യമാണെങ്കിലും എപ്പോഴൊക്കെ എംഫസിസ് ഒരു കാര്യത്തിലേക്ക് മാറിപ്പോകുന്നു അപ്പോഴെല്ലാം അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പാട്ട് പാടണമെന്നോ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. ആരാധന നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയെന്നറിയാമോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഐ സ്റ്റാർട്ട് ലിവിങ് ഫോർ അതേഴ്സ്. അതുവരെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ആത്മീയമായും അത് തന്നെ. ഞാൻ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മാത്രം പോരാ. എന്ത് വേണം? എനിക്ക് അനേകരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ജഡപ്രകാരമല്ല ഞാൻ ആളുകളെ കാണുന്നത്. ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ ഒന്നുകിൽ ഞാൻ മനസ്സിലാക്കുന്നു അവൻ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്, എനിക്ക് ഭയങ്കര സന്തോഷം. അവനെ ക്രിസ്തുവിലേക്ക് വളർത്തുവാനായിട്ട് ഞാൻ നോക്കുന്നു. ഒരാളെ അങ്ങനെ അല്ലാതെ കാണുന്നു, ഈസ് നോട്ട് ഇൻ ക്രൈസ്റ്റ്. എന്റെ ഹൃദയത്തിന്റെ വേദന അതാണ്. അവൻ എന്ത് ചെയ്യണം? ഞാൻ യേശു ക്രിസ്തുവിലേക്ക് അവനെ കൊണ്ടുവരണം. അല്ലേ? യേശു ക്രിസ്തുവിലേക്ക് അവനെ കൊണ്ടുവരണം. ഇവിടെ ഈ ലൈഫ് നമുക്ക് തന്നിരിക്കുന്നു. അവിടെ അതാണ് അതിനകത്ത് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവർക്കും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ. യേശുവിലേക്ക് വരുമ്പോൾ ലൈഫാണ് വരുന്നത്. ലൈഫ്, ജീവൻ. കർത്താവ് വന്നു, ഈ ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച് തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. യേശു നമുക്ക് ജീവനാകണം. ഇതിനെക്കുറിച്ചൊരു 3 കാര്യം ക്രൂസിൽ നടന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് ക്രൂസിൽ എന്താ നമ്മൾ കാണുന്നത്? ജഡപ്രകാരമുള്ള ഒരു മരണം മാത്രമല്ല നമ്മളവിടെ കാണുന്നത്. പലപ്പോഴും ലോകത്തിലുള്ള ആളുകൾ നോക്കുമ്പോഴത്തേക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലോകം യേശുവിനെ ജഡപ്രകാരമാണ് കാണുന്നത്. ലോകം പറയുന്നത് എന്താണെന്ന് അറിയാമോ? യേശു കർത്താവ് വളരെ നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം നല്ല ഉപദേശങ്ങളൊക്കെയും കൊടുത്തു, അന്നത്തെ മതചിന്തകൾക്കെല്ലാം എതിരായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പറയും, എന്താ എല്ലാത്തിനെയും, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് യേശു ക്രിസ്തു, എല്ലാത്തിനെയും ദേവാലയത്തിൽ നടിച്ചു പുറത്താക്കി. അതൊക്കെയാണ് അവർ ഓരോരോ കാര്യങ്ങളാണല്ലോ എടുക്കുന്നത്. എന്നിട്ട് പറയും, എന്ത് ചെയ്യാനാ, എല്ലാവരും കൂടെ ഏറ്റവും ഒടുവിൽ അവനെ ക്രൂശിച്ചു, അതോടെ യേശുവിന്റെ യുഗം അവസാനിച്ചെന്നാണ്. അതാണ് യേശുവിന്റെ മരണത്തെ ജഡപ്രകാരമുള്ള ഒരു മരണമായിട്ട് കാണുമ്പോൾ യേശുവിന്റെ മരണത്തോടുകൂടെ യേശുവിന്റെ ജീവൻ അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുകയാണ്. അതാണ് ജഡപ്രകാരം കാണുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം. യേശു അവർക്ക് ജീവനാകുന്നില്ല. ഓക്കെ, യേശു എന്ത് സംഭവം? യേശു അവർക്ക് ജീവനാകുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ, അതിനൊക്കെയും ദൈവം കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തുമൂലം തന്നോട് നിരപ്പിച്ചു. ക്രിസ്തുമൂലം നമ്മോട് എന്ത് ചെയ്തു? നിരപ്പിച്ചു. എ റിക്കൺസിലിയേഷൻ നടക്കുന്നു. ദ ഡെത്ത് ഓഫ് ജീസസ് that was an act of reconciliation. ഒരു നിരപ്പിന്റെ പ്രവൃത്തിയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തത്. അത് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എപ്പം നമുക്ക് മനസ്സിലാകുന്നത്? നമ്മൾ ഇതിനെ ജഡപ്രകാരമുള്ള കാഴ്ചയിൽ നിന്നും മാറി ആത്മാവിൽ കാണുമ്പോൾ മാത്രമേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാൽവറി ക്രൂശിൽ എന്ത് നടന്നു എന്നറിയുന്നത് കാഴ്ചയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? When we see Jesus dying on a cross, with your physical eye, what do you see? We are seeing a man dying on a cross, that's all. പക്ഷേ ആത്മാവിൽ വെളിപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ മരണം. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം പരാജയമായിരുന്നില്ല, അതൊരു വിജയമായിരുന്നു. ഞാൻ എന്തുകൊണ്ടത് പറയുന്നത്? കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ അതൊരു പരാജയമായിരുന്നു. കാര്യം ലോകം ജഡപ്രകാരം കാണുന്നതാണ് കാഴ്ചപ്പാട്. പക്ഷെ ആത്മാവിൽ ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു, അതാണ് എന്നെ ദൈവവുമായിട്ട് നിരപ്പിച്ചത്. ഹല്ലേലൂയ. അത് എന്നെ, പാപിയായിരുന്ന എന്നെ, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ യേശു തന്റെ മരണത്താൽ എന്റെ മരണത്തിന്റെ ചങ്ങല പൊട്ടിച്ചെങ്കിലേ എനിക്ക് പാതാളത്തിൽ നിന്ന് വിടുതൽ കിട്ടത്തുള്ളൂ.
അവൻ എന്നെ വീണ്ടെടുത്തു. എന്നിട്ട് വീണ്ടെടുക്കുക മാത്രമല്ല, എന്റെ കൈ പിടിച്ച് പിതാവായ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഇറങ്ങി വന്ന എന്തിനാണ്? ഈ സാജു നരകത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. അവൻ മരണത്തിന്റെ ചങ്ങല കൊണ്ട് പാതാളത്തിലേക്ക്, പാതാളം അവനെ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞാൻ എന്റെ മരണത്താൽ ആ മരണത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം അതാണ്. യേശുക്രിസ്തു ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്ന നമ്മയൊക്കെയും തന്റെ മരണത്താൽ അവൻ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. അവന്റെ മരണത്താൽ. അവിടെ എംഫസൈസ് ചെയ്യുന്ന കാര്യം അതാണ്. അവൻ മരണത്താലാണ് മരണത്തെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ മരണം ഒരിക്കലും ഒരു പരാജയം ആയിരുന്നില്ല. അവൻ പുനരുത്ഥാനം പ്രാപിച്ചപ്പോഴല്ല മരണത്തെ തോൽപ്പിച്ചത്. എപ്പോഴാണ്? അവന്റെ മരണത്താൽ അവൻ മരണത്തെ തോൽപ്പിച്ചു. പാർക്ക